Hey everyone and welcome back to my channel. കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്നത് പുതിയ വാക്കുകൾ പഠിക്കാനും വാക്യങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കാനും ഏറ്റവും നല്ലൊരു വഴിയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരു ചെറിയ കഥയിലൂടെയാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരു പക്ഷേ ചെറുപ്പത്തിൽ ഈ കഥ കേട്ടു കാണും. ദ ടേസ്റ്റി ക്രോ അഥവാ ദാഹിക്കുന്ന കാക്ക. ഈ ലളിതമായ കഥയിൽ ഒരു വാക്യവും നമുക്ക് ശ്രദ്ധിച്ചു പഠിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ദ ടേസ്റ്റി ക്രോ. ഐ ആം ടേസ്റ്റി. എനിക്ക് ദാഹിക്കുന്നു. ക്രോ എന്ന് വെച്ചാൽ കാക്ക. ക്രോ എന്ന് വെച്ചാൽ കാക്ക. Once a thirsty crow was searching for water. Once a thirsty crow was searching for water. Once എന്ന് വെച്ചാൽ ഒരിക്കൽ. ഒരിക്കൽ ദാഹിച്ചു വലഞ്ഞ ഒരു കാക്ക വെള്ളം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. He flew for a long time but could not find any. He flew for a long time but could not find any. അവൻ ഒരുപാട് നേരം പറന്നു, പക്ഷെ ഒട്ടും കണ്ടെത്താനായില്ല. ഫ്യൂവിൻ്റെ ഫങ്ഷൻസ് ആണ് 5. He flew. അവൻ പറന്നു. He flew. അവൻ പറന്നു. He flew for a long time but could not any find. Could notൻ്റെ മീനിങ് കഴിഞ്ഞില്ല അല്ലെങ്കിൽ സാധിച്ചില്ല. Suddenly he spotted a pitcher with a little water at the bottom. പെട്ടെന്ന് അടിയിൽ കുറച്ച് വെള്ളം ഒരു കൂജയിൽ അവൻ്റെ കണ്ണിൽ പെട്ടു. He tried to drink but his beak could not reach the water. അവൻ കുടിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവൻ്റെ കൊക്കിൻ വെള്ളം എത്താൻ കഴിഞ്ഞില്ല. ശ്രമിച്ചു. ശ്രമിച്ചു. He to drink his beak could not reach the water. He got an idea. He picked up some bubbles. അവനൊരു ആശയം തോന്നി. അവൻ കുറച്ച് കല്ലുകൾ പെറുക്കിയെടുത്തു. He dropped them into the pitcher one by one. ഡ്രോപ്പ് എന്ന് വെച്ചാൽ ഇട്ടു. അവൻ ഓരോന്നായി ആ കൂജയിലേക്ക് ഇട്ടു. The water level rose up. The crow drank the water and flew away happily. വെള്ളം മുകളിലേക്ക് ഉയർന്നു വന്നു. കാക്ക വെള്ളം കുടിച്ച് സന്തോഷത്തോടെ പറന്നുപോയി. റീഡിംഗ് പ്രാക്ടീസ്. നമുക്കിന്ന് കഥ വായിച്ച് റീഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. Once a thirsty crow was searching for water. He flew for a long time but could not find any. Suddenly he spotted the pitcher with a little water at the bottom. He tried to drink but his beak could not reach the water. He got an idea. He picked up some pebbles. He drops them into the pitcher one by one. The water level rose up. The crow drank the water and flew away happily. Moral of the story. ഇനി നമുക്ക് ഈ സ്റ്റോറിയിലെ ഗുണപാഠം നോക്കാം. Where is a will, there is a way. ഇതിൻ്റെ അർത്ഥമാണ്,
ഇത് വളരെ പ്രശസ്തമായ പഴഞ്ചൊല്ലാണ്. അതിൻ്റെ അർത്ഥം നമുക്കൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ചെയ്യാൻ വഴി തീർച്ചയായും കണ്ടെത്തും. നമ്മൾ മലയാളത്തിൽ വേണമെങ്കിൽ ചക്കവേരിൽ കുളിക്കാം എന്ന് പറയില്ലേ? തന്നെയാണ് ഇതിൻ്റെ ആശയം. അപ്പോൾ ഇന്നത്തെ അതിലെ വാക്കുകളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത് ഉപകാരപ്പെട്ടെന്ന് താഴെ കമൻറ്റിൽ അറിയിക്കണേ. ഇതുപോലെയുള്ള കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.